ഓൺലൈനിലൂടെ പടക്ക വിൽപ്പന നടക്കുന്നത് സാധാരണ കച്ചവടക്കാരെയും ബാധിക്കുന്നു. സാധാരണ കച്ചവടക്കാർ നികുതി അടച്ച് വിൽപ്പന നടത്തുമ്പോൾ ഓൺലൈനുകാരെ ബാധിക്കുന്നില്ല. സംസ്ഥാന സർക്കാരിന് GST ഇനത്തിൽ വലിയ നഷ്ടമാണ് ഉണ്ടാവുന്നത്. തമിഴ്നാട്ടിലെ ശിവകാശി കേന്ദ്രീകരിച്ചാണ് ഓൺലൈൻ വ്യാപാരം നടക്കുന്നത്. കേരളത്തിലേക്ക് ഏറ്റവും കൂടുതൽ പടക്കം എത്തുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ്. വിഷു അടുത്തതോടെ വലിയ തോതിലാണ് സംസ്ഥാനത്തേക്ക് പടക്കം എത്തിക്കൊണ്ടിരിക്കുന്നത്. കടകൾ വഴി നേരിട്ടുള്ള വിൽപ്പനയ്ക്ക് പുറമെ ഓൺലൈനിലും വിൽപ്പന സജീവമാണ്. കേന്ദ്ര സർക്കാരിനും തമിഴ്നാട് സർക്കാരിനും ഓൺലൈൻ വ്യാപാരത്തിൽ GST വിഹിതം ലഭിക്കുമ്പോൾ കേരളത്തിന് വലിയ നഷ്ടമാണ് ഉണ്ടാവുന്നത്. GST അടക്കമുള്ള നികുതി അടച്ചാണ് കേരളത്തിലെ സാധാരണ കച്ചവടക്കാർ വിൽപ്പന നടത്തുന്നത്. ഓൺലൈൻ വ്യാപാരം അനധികൃതമായി നടക്കുന്നുണ്ടെങ്കിലും സാധാരണക്കാരുടെ കച്ചവടവും സജീവമാണ്. കച്ചവടം നന്നായിട്ട് പോകുന്നു. കാരണം കഴിഞ്ഞ സീസണിൽ വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ പോകുന്നത്. പിന്നെ കാലാവസ്ഥ കാര്യങ്ങളും കൊണ്ട് മാത്രം ഒരു കച്ചവടക്കാർക്കൊരു ഭയമുണ്ട്. ബാക്കിയുള്ള നല്ല രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. കച്ചവടം കഴിഞ്ഞ വർഷത്തെയും വെച്ച് നല്ല രീതിയിൽ തന്നെയാണ് പോകുന്നത്. വെറൈറ്റികൾ ധാരാളമുണ്ട്. ഹെലികോപ്റ്റർ, ഡ്രോണ്, വാള്, പരിച, അങ്ങനത്തെ കുറേ ധാരാളം വെറൈറ്റികൾ ഇപ്രാവശ്യം വന്നിട്ടുണ്ട്. ന്യൂജൻ ഐറ്റങ്ങളാണ് ഇത്തവണ വിഷുവിനെ വരവേൽക്കാൻ എത്തിയിരിക്കുന്നത്. ഡ്രോൺ, AI ഓലപ്പടക്കം, സെൽഫി സ്റ്റിക്ക്, ഗൂഗിൾ ഗലാട്ട തുടങ്ങിയവ വിസ്മയങ്ങൾ തീർക്കും. ഇത്തവണ വിഷു കളർഫുൾ ആകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം കഴിഞ്ഞ തവണത്തേക്കാൾ മികച്ച വ്യാപാരമാണ് നിലവിൽ പടക്കക്കടകളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, പടക്കക്കടകളിൽ പുതിയ വെറൈറ്റികൾ തേടിക്കൊണ്ടാണ് നിരവധി ആളുകൾ ഇത്തവണയും വന്നുകൊണ്ടിരിക്കുന്നത്. ക്യാമറമാൻ മഹേഷ് പാലക്കാടിനൊപ്പം സച്ചിൻ വള്ളിക്കാട്, കൈരളി ന്യൂസ്.